നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ പ്രാവർത്തികമാക്കിയ ക്ഷേമ വികസന പദ്ധതികളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് പാലക്കാട് ജില്ലയിലെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫയാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. പാലക്കാട് ജില്ലയിലെ ചരിത്ര പ്രാധാന്യമുള്ളതും വിട്ടുവീഴ്ചയില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേക ഊന്നൽ നൽകിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. വികസന നേട്ടങ്ങൾ പങ്കുവയ്ക്കാൻ കെ എം ഹനീഫയുണ്ട് നമ്മളോടൊപ്പം. നമസ്കാരം ശ്രീ ഹനീഫ. നമസ്കാരം. തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പഞ്ചായത്താണല്ലോ. എന്തൊക്കെ വ്യത്യസ്ത പദ്ധതികളാണ് നിലവിൽ ആവിഷ്കരിച്ചു വരുന്നത്? ഈ ഞങ്ങളെ പഞ്ചായത്തിൽ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്നതിന് വേണ്ടി ഞങ്ങള് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ കയ്യില് എത്ര കണ്ട് സമ്പത്തുണ്ടെങ്കിലും മറ്റെന്ത് സൗകര്യങ്ങളുണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിൽ പ്രയാസമാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ വലിയ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നിൽക്കുന്ന ആളുകളൊന്നല്ല എൻ്റെ പഞ്ചായത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ തുക മുടക്കി വലിയ ആശുപത്രിയിൽ പോയി ചികിത്സ തേടുക എന്നുള്ളത് പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ 2 ആശുപത്രികളാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലുള്ളത്. പഞ്ചായത്തിൽ ഒരു PHCയും ഒരു FHCയുമാണ് ഉള്ളത്. അപ്പോൾ ജനങ്ങളുടെ സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് 2 ഹോസ്പിറ്റലിലും ഈവനിങ് OP ഉണ്ടായിരുന്നില്ല നിലവിൽ. അപ്പൊ ഞങ്ങൾ വന്നതിന് ശേഷം 2 ഹോസ്പിറ്റലിലും ഈവനിങ് OP തുടങ്ങുകയാണ് ആദ്യമായി ചെയ്തത്. അപ്പോൾ അതുവഴി ഉച്ചയ്ക്ക് ശേഷം വരുന്ന ഉച്ചയ്ക്കോളം വരുന്ന 150ഓളം വരുന്ന രോഗികൾ ഉണ്ടാവും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വരുന്ന ആളുകൾക്കും ഡോക്ടറെ കണ്ട് ചികിത്സ നേടുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തി. അപ്പോ അവിടെ ചില മരുന്നുകളൊക്കെ കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴും പിന്നെ ജീവിതശൈലി ആളുകളും ഒക്കെ ഉള്ള സാഹചര്യം കണക്കിലെടുത്ത് ധാരാളം മരുന്ന് യഥേഷ്ടം മരുന്ന് എത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിക്കൊണ്ടും അതുപോലെ തന്നെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കരിമ്പുഴയിൽ മരുന്നിന് പണം വേണ്ട എന്ന ഒരു പദ്ധതിക്കാണ് ആദ്യം തുടക്കം കുറിച്ചത്. ജീവിതശൈലി രോഗങ്ങൾക്ക് അതിന് ഏത് BP ആകട്ടെ, ഷുഗർ ആകട്ടെ, കൊളസ്ട്രോൾ പോലെയുള്ള ഹൃദയ സംബന്ധമായ അസുഖം പോലെയുള്ള ആളുകൾ വന്നാൽ അവർക്ക് മരുന്ന് തികച്ചും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തി. 8 ലക്ഷം രൂപയാണ് അതിന് ഞങ്ങൾ മാറ്റിവെച്ചത്. അതുപോലെ തന്നെ പാലിയേറ്റീവ് രോഗികൾ എല്ലാ ഇടങ്ങളിലും ഉണ്ടാവും. ഈ പാലിയേറ്റീവ് രോഗികള് സഹായിക്കുന്നതിന് വേണ്ടി ഒരു പാലിയേറ്റീവ് യൂണിറ്റ് മാത്രമാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം 2 പാലിയേറ്റീവ് യൂണിറ്റ് തുടങ്ങുകയും 2 പാലിയേറ്റീവ് യൂണിറ്റ് തുടങ്ങിയത് കൊണ്ട് രോഗികളുടെ അടുത്ത് കൂടുതൽ തവണ ഡോക്ടർക്കും അതുപോലെ തന്നെ നഴ്സുമാർക്കും ഒക്കെ ചെന്നെത്താനും അവർക്ക് വേണ്ട മെഡിസിൻ എത്തിക്കാനും വേണ്ട ചികിത്സ ചെയ്യാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആയുർവേദ വിഭാഗത്തിൽ ഒരു ഹോസ്പിറ്റൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഹോമിയോ വിഭാഗത്തിലെ ഒരു ഹോസ്പിറ്റലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 2 വിഭാഗത്തിലും വരുന്ന രോഗികൾക്ക് യഥേഷ്ടം മരുന്നുകൾ കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങളും കൂടെ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കിഡ്നി പേഷ്യന്റിന് ഡയാലിസിസ് ചെയ്യാനുള്ള മെഡിക്കൽ കിറ്റ് തികച്ചും സൗജന്യമായി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ഒരു ഗുണഗണങ്ങൾ ജനങ്ങൾ തീർച്ചയായും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യം നൽകുന്ന ഒന്നാണ്. ആയുർവേദ ആശുപത്രിയുടെ കീഴിൽ അമ്മയും കുഞ്ഞും എന്നൊരു പദ്ധതിക്ക് ഞങ്ങൾ തുടക്കമിട്ടു. ഗർഭിണികളായ സ്ത്രീകളെ അവർക്ക് ഗർഭാവസ്ഥയിൽ വേണ്ട മരുന്നുകളും ചികിത്സകളും നൽകുക, പ്രസവത്തിന് ശേഷം അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട മരുന്നുകൾ, ലേഹ്യം പോലെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തികച്ചും സൗജന്യമായി നൽകുന്നതിന് വേണ്ടി 3 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട്
ആയുർവേദ വിഭാഗത്തിലും ഞങ്ങൾ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. അതോടൊപ്പം തന്നെ ആരോഗ്യ രംഗത്തിന്റെ സൈഡായിട്ട് ചെയ്ത കാര്യങ്ങളിൽ ഞങ്ങളെ പഞ്ചായത്തിൽ അരയ്ക്കുന്ന താഴെ തളർന്നു കിടക്കുന്ന 40 വയസ്സിന് താഴെയുള്ള 8 പേരുണ്ടായിരുന്നു. ആ 8 പേർക്കും കൈകൾക്ക് ഒരു കുഴപ്പമില്ല, ആരോഗ്യമുള്ള കൈകളാണ്. അപ്പൊ കൈകൾ കൊണ്ട് ചലിപ്പിക്കാവുന്ന ഇലക്ട്രിക് വീൽ ചെയർ അത് വാങ്ങിക്കൊടുത്താൽ അവർക്ക് ആ 4 ചുമരിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരാൻ കഴിയും എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ പേരിൽ ഒരു വലിയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ മുഴുവൻ കൊണ്ടുവന്ന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് അവർക്ക് വേണ്ട രീതിയിൽ, അവർക്ക് ഏത് രൂപത്തിലാണോ പ്രവർത്തിക്കാൻ കഴിയുക അതിന് വേണ്ട രീതിയിൽ രൂപകൽപ്പന ചെയ്തുകൊണ്ട് 1,25,000 രൂപ വരെ വില വരുന്ന ഇലക്ട്രിക് വീൽ ചെയറുകൾ ഞങ്ങൾ എല്ലാ ആളുകൾക്കും കൊടുത്തു. വയോജനങ്ങൾക്ക് ആവശ്യമായ സഞ്ചാര സഹായികളും വീൽ ചെയറും കമ്പോർഡ് വിത്ത് വീൽ ചെയറും അതെല്ലാം മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ചെവി കേൾക്കാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ജന്മനായി കേൾക്കാത്ത ആളുകളല്ല, നന്നായിട്ട് ചെവി കേട്ടിരുന്ന ആളുകൾ പല അസുഖം കാരണവും വാർദ്ധക്യം മൂലവും ഈ ചെവി കേൾക്കാതെ ആയപ്പോൾ അവർക്ക് ഇതേപോലെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് 18,000 രൂപ, ഒരു ചെവിയിലാണെങ്കിൽ 9,000-ഉം 2 ചെവിയിലും ഹിയറിംഗ് എയ്ഡ് വെക്കണമെങ്കിൽ 18,000 രൂപയും ചെലവഴിച്ചുകൊണ്ട് മുഴുവൻ ആളുകൾക്കും ഹിയറിംഗ് എയ്ഡ് കൊടുക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തി. അത് ആ ശ്രവണ സഹായി വെച്ച് അവർ നമ്മളെ ആശ്ലേഷിക്കുന്ന അത് കാണുമ്പോൾ അവർക്ക് ഉണ്ടായ സന്തോഷത്തിൽ പങ്കുചേരാനുള്ള ഒരു ഭാഗ്യം കൂടെ ഞങ്ങൾക്ക് ആ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ ഞങ്ങൾ NHM-ന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റലിന് നല്ല ബിൽഡിംഗ് ഇല്ല, വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിംഗാണ്. 1,56,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് പുതിയ ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം 3 സബ് സെന്ററുകൾ ഉണ്ട്. അതിന് 55 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് 1,65,00,000 രൂപ ചെലവഴിച്ച് ആ പ്രവർത്തനവും ഞങ്ങൾ നടത്തി വരികയാണ്. തീർച്ചയായും അത്തരത്തിൽ ആരോഗ്യരംഗത്ത് വളരെ ഫലപ്രദമായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെയാണ് ആസൂത്രണം ചെയ്തത്. പ്രത്യേകിച്ച് കരിമ്പുഴയിൽ മരുന്നിന് പണം വേണ്ട എന്നുള്ളൊരാശയം തികച്ചും മാതൃകാപരമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. അത്തരത്തിൽ സഹായ ഉപകരണങ്ങൾ അടക്കം തന്നെ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? വിദ്യാഭ്യാസ രംഗത്ത് 3 സർക്കാർ സ്കൂളുകൾ, LP സ്കൂളുകളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് എയ്ഡഡ് സ്കൂളുകൾ ഉണ്ട്, ഒരു ഹൈസ്കൂൾ ഉണ്ട്, ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്, പിന്നെ B.Ed കോളേജ്, ETC കോളേജ് പോലെയുള്ള എയ്ഡഡ് കോളേജുകളൊക്കെ വേറെയുണ്ട്. ഈ 3 LP സ്കൂളുകളിൽ സാധാരണഗതിയിൽ രക്ഷിതാക്കൾ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ മടി കാണിക്കുകയാണ്. അവരെ കൂടുതൽ സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന CBSE സിലബസിലേക്കൊക്കെ മാറ്റി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ നമ്മുടെ സ്കൂളിന്റെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യമായി ചെയ്തത്. 3 സ്കൂളുകൾക്കും നല്ല രീതിയിലുള്ള ബിൽഡിങ്ങുകൾ കെട്ടാൻ ആദ്യം ഞങ്ങൾ തീരുമാനിച്ചു. അത് സൗകര്യം ചെയ്തു. വേണ്ടത്ര ശൗചാലയങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ശൗചാലയങ്ങൾ ഒരുക്കി കൊടുത്തു. ഒരു മിനി ഗാർഡൻ സെറ്റ് ചെയ്യുന്ന രീതിയിൽ കളിക്കൂട് എന്ന് പേരിട്ട് 3 സ്കൂളുകളിലും ഞങ്ങള് വിശദമായ ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുത്തു. എല്ലാ സ്കൂളിലെയും ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമാക്കാൻ മുൻപന്തിയിൽ നിൽക്കാൻ അതിനു വേണ്ട പണം ചെലവഴിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്കൂളിൽ പാചകപ്പുര വേണ്ടത്ര രീതിയിൽ ഉണ്ടായിരുന്നില്ല. അതിനെ ഇപ്പോ 10 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ പാചകപ്പുര നിർമ്മിച്ചു വരികയാണ്. അങ്ങനെ അതിനേക്കാൾ ഉപരി ഒരു മീറ്റിങ്ങിലാണ് ഞങ്ങൾ പോയപ്പോ വെറുതെ അവിടെ രാവിലെ കുട്ടികളോട് രാവിലെ ഭക്ഷണം കഴിച്ച ആളുകൾ കൈപൊക്കൂ എന്ന് പറഞ്ഞപ്പോ കൈപൊക്കിയ കുട്ടികളുടെ എണ്ണം കുറവായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിന് ഒരു തീരുമാനമെടുത്തു. ഇവിടെ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലം കൂടിയാണ്. ഇപ്പൊ രാവിലെ കുട്ടികൾ മദ്രസയിലേക്ക് പോയി തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ചു വരാനുള്ള ഒരു പ്രയാസം, അത്
ബുദ്ധിമുട്ടാണ്. കുട്ടികൾ ക്ലാസ്സിലെത്തിയാൽ ഉറക്കം തൂങ്ങുകയും പഠിക്കാത്തൊരവസ്ഥയും വരും. അപ്പൊ ഞങ്ങൾ തീരുമാനമെടുത്തത് ഈ 3 ഗവൺമെന്റ് LP സ്കൂളിലും 8 ലക്ഷം രൂപ ചെലവഴിച്ച് 3 സ്കൂളിലും പ്രഭാത ഭക്ഷണം, അത് ഇവിടെ പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു ഗവൺമെന്റ് സ്കൂളിലും ഒരു പഞ്ചായത്തും ചെയ്യാത്ത ഒരു സവിശേഷമായ ഒരു ഗുണമാണ് ചെയ്തത്. രാവിലെ പ്രഭാത ഭക്ഷണം ഈ 3 സ്കൂളുകളിലും കൊടുക്കാൻ ആവശ്യമായ സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെയുള്ള സ്കൂളിൽ ഒന്നാണ് എയ്ഡഡ് സ്കൂളാണ് ബ്ലൈൻഡ് സ്കൂള്. കേരളത്തിൽ തന്നെ ബ്ലൈൻഡായ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ ട്രെയിനിങ് കൊടുക്കുന്ന സ്കൂൾ ഞങ്ങളുടെ ഹെലൻ കെല്ലർ എന്ന് പറയുന്ന ഒരു സ്കൂളാണ് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളത്. ആ ഹെലൻ സ്കൂളിന് ആവശ്യമായ എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജ്യോതിർഗമയ എന്ന് പേരിട്ട ഒരു പദ്ധതി, അവർക്ക് വേണ്ട ബ്രെയിലിംഗ് മെഷീൻ, അതുപോലെ അവർക്ക് പ്രവർത്തിക്കാവുന്ന കമ്പ്യൂട്ടർ, ഈ പിന്നെ കമ്പ്യൂട്ടർ ഉൾപ്പെടെ MP നിർമ്മിച്ചു നൽകിയ ബിൽഡിങ്ങിലേക്ക് കമ്പ്യൂട്ടർ കൊടുത്തുകൊണ്ട് ആ സ്കൂളിന് വേണ്ട സൗകര്യങ്ങൾ കൂടി മെച്ചപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചു. ഒപ്പം കഴിഞ്ഞ തവണ LSS USS കഴിഞ്ഞ വർഷം വരെ 62, 50, 60 കുട്ടികളാണ് LSS USS വിജയിച്ചിരുന്നത്. അവരെ ഒന്നുകൂടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി LSS USS എക്സാമിനേഷന് തയ്യാറാകുന്ന കുട്ടികളെ പ്രത്യേകമായി ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച് ട്രെയിനിങ് വെച്ചു കൊടുത്തു. ആ ട്രെയിനിങ്ങും ക്യാമ്പിന്റെയും പ്രതിഫലമായി ഇത്തവണ 117 കുട്ടികൾ LSS USS വിജയിച്ച കുട്ടികൾ ഉണ്ടായി ഈ പഞ്ചായത്തിനെ എന്നുള്ളത് അവരെ അനുമോദിക്കാനും ഞങ്ങൾ മൊമെന്റോ നൽകി അനുമോദിക്കുകയും ചെയ്തു. അപ്പൊ അത്രയും വിജയ ശതമാനം കൂട്ടിയതിൽ പഞ്ചായത്തിന് വല്ലാത്ത ഒരു സംതൃപ്തി ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ഉണ്ട്. അതുപോലെ അവിടെ ആവശ്യമായ ഫർണിച്ചറുകളും TV-കളും നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങൾ ഉൾപ്പെടെ എന്തെല്ലാമാണോ അവിടുത്തെ HM നിർദ്ദേശിക്കുന്നത് അതെല്ലാം തന്നെ ഒരു മടിയും കൂടാതെ അതിനാവശ്യമായ ഫണ്ടുകളെല്ലാം തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയമാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ അംഗപരിമിതരും അതുപോലെ തന്നെ കാഴ്ച, ശ്രവണ അങ്ങനെയൊക്കെ പരിമിതിയുള്ള ആളുകളുണ്ട്. അടുത്ത പഞ്ചായത്തുകളിലും അത്ര കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു പഠനം നിലനിർത്താൻ വേണ്ടി ബഡ്സ് സ്കൂൾ ഞങ്ങൾ നിർമ്മിക്കാൻ പോവുകയാണ്. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 80 ലക്ഷം രൂപ ഓൺ ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഞങ്ങള് അംഗപരിമിതരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് മാത്രമായി പഠന സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഷെൽട്ടർ ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ 80 ലക്ഷം രൂപ ചെലവഴിച്ച് ഞങ്ങളുടെ ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനവും ഞങ്ങൾ നടത്തി വരികയാണ്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ തന്നെയാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതി, കുടുംബശ്രീ എന്നിവയെല്ലാം തന്നെ സംയുക്തമായി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? കുടുംബശ്രീ, ഞങ്ങളുടെ കുടുംബശ്രീ മികച്ച കുടുംബശ്രീ തന്നെയാണ്. ഇപ്പൊ ഈ അടുത്ത് നമ്മൾ ഈ അയൽക്കൂട്ട യൂണിറ്റുകളെ വിളിച്ച് നാഷണലൈസ്ഡ് ബാങ്കുകളും സർവീസ് സഹകരണ ബാങ്കുകളും ഇരുത്തിക്കൊണ്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി അവർക്ക് ലോണ് കൊടുക്കാൻ വേണ്ടിയാണ് ഇവരെ വിളിച്ചു ചേർത്തത്. 1,17 ലക്ഷം രൂപയാണ് അന്നത്തെ ഒരു ദിവസം തന്നെ ലോണായിട്ട് ബാങ്കുകളും ഈ അയൽക്കൂട്ടത്തിന് കൊടുക്കുന്നത്. അപ്പൊ അവർ ഒരുപാട് കാര്യങ്ങൾ, ഇവിടെ ബാഗ് നിർമ്മാണം, കുട നിർമ്മാണം, മെഴുകുതിരി നിർമ്മാണം, അച്ചാർ പോലെയുള്ള ഫുഡ് ഐറ്റംസിന്റെ നിർമ്മാണം, ഇങ്ങനെ ഒരുപാട് സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതിന്റെ പുറമെ ഞങ്ങള് PMKSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 70ഓളം പശുക്കളെ, കറവ പശുക്കളെ അവർക്ക് വനിതകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി. കുടുംബശ്രീ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി NREGS പദ്ധതിയിൽ നമുക്ക് കഴിഞ്ഞ 24-25 വാർഷിക പദ്ധതിയിൽ പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകിയത് 23-24 വാർഷിക പദ്ധതിയിൽ 801 പേർക്ക് 100 ദിവസത്തെ തൊഴിൽ ദിനം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി മേഖലയുണ്ടെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അട്ടപ്പാടി മേഖലയിൽ 200 ദിവസമാണ് തൊഴിൽ ദിനം എന്നുള്ളത് കൊണ്ട് ആ അട്ടപ്പാടിയിലെ 3 പഞ്ചായത്തിനെ മാറ്റി നിർത്തിയാൽ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ദിനം
തൊഴിൽ ദിനം കൊടുത്തത് കരിമ്പുഴ ഗ്രാമപഞ്ചായത്താണ് 2023-24 വാർഷിക പദ്ധതി. പിന്നെ അതിലൂടെ ഞങ്ങൾ ഏകദേശം 7,06,00,000 രൂപയുടെ പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളിലൂടെ ചെയ്യാനും അവർക്ക് 5,64,583 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചെടുക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. റോഡും അതുപോലെ തന്നെ ആട്ടിൻകൂടും തൊഴുത്തും സ്റ്റോക്ക് പിറ്റ്, കമ്പോസ്റ്റ് പിറ്റ് ഇതെല്ലാം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി നന്നായിട്ട് നടത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ ശ്രീശൈലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 6 പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ പഞ്ചായത്തായിരിക്കും. തീർച്ചയായും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി പ്രഖ്യാപനമെല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ചും ഈ സമ്പൂർണ്ണ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? ഞങ്ങളെ പഞ്ചായത്തില് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു MCF ഉണ്ട്. ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു MCF ആണല്ലോ. ഈ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും കൊണ്ടുപോയി വേർതിരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് അത് കയറ്റി വിടാവുന്ന രീതിയിൽ ആക്കി മാറ്റുക എന്നുള്ളത്, അതിന് വേണ്ടത് ഒരു MCF ആണ്. വളരെ മാതൃകാപരമായ രീതിയിലുള്ള ഏറ്റവും ആധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വലിയ MCF ഞങ്ങളുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ വാർഡുകൾ തോറും ഓരോ മിനി MCF 18 വാർഡാണ് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളത്. 18 വാർഡിലും മിനി MCFകൾ സ്ഥാപിച്ചത് കാരണം പൊതുജനങ്ങൾ പ്ലാസ്റ്റിക്കോ മറ്റോ അവരുടെ കയ്യിൽ കിട്ടിയാൽ നിരന്തരമായ ബോധവൽക്കരണത്തിലൂടെ അവർ അതെല്ലാം തന്നെ മിനി MCFൽ നിക്ഷേപിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ മറ്റൊരു നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം പ്ലാസ്റ്റിക്കിന്റെ കുപ്പികൾ അലക്ഷ്യമായി വലിച്ചെറിയുക എന്നുള്ളതാണ്. അതിന് 18 വാർഡിലും 2 വീതം, ഒരു വാർഡിൽ 2 എണ്ണം വെച്ച് 36 പ്ലാസ്റ്റിക് കളക്ഷൻ ബൂത്തുകൾ ഏർപ്പാട് ചെയ്തു. ഹരിതകർമ്മസേന അംഗങ്ങൾ 36 ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്. ആ ഹരിതകർമ്മസേന അംഗങ്ങൾ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ കയ്യുറയും കാലുറയും ഒക്കെ കൃത്യമായി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ പ്ലാസ്റ്റിക് കവറുകൾ ഇട്ടുവെക്കുന്നതിന് വേണ്ടി 8000 വീടുകളാണുള്ളത്. ആ 8000 വീടുകളിലേക്കും ഓരോ കിറ്റ്, തുണിയുടെ സഞ്ചി, അത് ഈ നേരത്തെ പറഞ്ഞ കുടുംബശ്രീ യൂണിറ്റ് വഴിയാണ് തുന്നിയെടുത്തത്. അത് ഓരോ വീടുകളിലും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിനി MCF നിറയുന്ന സമയത്തേക്ക് നിറഞ്ഞ് ഒരു മണം വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാറില്ല. അതിനൊപ്പം ചെറിയ ബോട്ടിൽ കളക്ഷൻ ബൂത്തിന് പുറമെ ചെറിയ ചെറിയ ബിന്നുകൾ എല്ലാ ടൗൺ പ്രദേശത്തിലും, വലിയ വലിയ ടൗണൊന്നും ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇല്ല. ചെറിയ ചെറിയ ടൗണുകൾ വേസ്റ്റ് ബിന്നുണ്ട്. അതുപോലെ കടകളിലൂടെ എല്ലാം തന്നെ വേസ്റ്റ് ബിന്ന്, പ്ലാസ്റ്റിക്കിന്റെ ബിന്ന്, നമ്മളുടെ പ്ലാസ്റ്റിക് ചെറിയ കവർ, ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതിഞ്ഞു വരുന്ന മിഠായിയൊക്കെ പൊതിഞ്ഞു വരുന്ന പ്ലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടി എല്ലാ ഷോപ്പുകളിലും ബിന്ന് കൊടുക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. ഈ മാലിന്യങ്ങൾ, അടുക്കളയിൽ നിന്ന് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങൾ മാറ്റി ഇതുപോലെ പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ബൊക്കാഷി ബക്കറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം VO ഓഫീസ് വഴി എല്ലാ വീടുകളിലും കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി 250 വീടുകളിൽ ഇപ്പൊ കൊടുത്തു തുടങ്ങി. അത് ഈ വേസ്റ്റ് അതിനകത്ത് ഇടുമ്പോൾ അതിന്നൊരു വളമായിട്ട് കിട്ടുക ചെയ്യുന്ന ഒരു സംവിധാനമാണ് ബൊക്കാഷി ബക്കറ്റ് എന്ന് പറയുന്നത്. ആ വളം ചെടികൾക്കോ തെങ്ങിനോ കവുങ്ങിനോ ഒക്കെ ഉപയോഗിക്കാനും കഴിയും. ഒപ്പം മാലിന്യം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനും ഞങ്ങൾക്ക് അതുവഴി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റ്, ഈ ഭക്ഷണത്തിന്റെ മാലിന്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കാനുള്ള സംവിധാനങ്ങൾ ആവശ്യക്കാർക്ക് മുഴുവൻ ഞങ്ങൾ അതിനകത്ത് കൂടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. PMKSY പദ്ധതി പ്രകാരം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നുണ്ട് എന്നറിയുന്നു. എന്താണ് ഈ പദ്ധതി? എന്തൊക്കെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്? ഈ PMKSY പദ്ധതി മറ്റു പഞ്ചായത്തുകളിലേക്കൊന്നും കിട്ടാത്ത ഒരു പദ്ധതിയാണ്.
കേരളത്തിൽ തന്നെ 4 ജില്ലകളിലോ 5 ജില്ലകളിലോ മറ്റാണ് ഇത് ആകെയുള്ളത്. പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൽ പരിധിയിൽ ഞങ്ങളുടെ പഞ്ചായത്തും തൊട്ടടുത്ത തച്ചനാട്ടുകര പഞ്ചായത്തിന്റെ ഒരു ചെറിയ ഭാഗവും വേറെ കുമരമ്പത്തൂർ പഞ്ചായത്തിന്റെ ഒരു വാർഡ് മാത്രമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഏകദേശം 4,58,00,000 രൂപ ആ ഇനത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ ഫലവൃക്ഷ തോട്ടങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ കഴുങ്ങ് തൈ, തെങ്ങ് തൈ പോലെയുള്ള തൈകൾ, ഫലവൃക്ഷ തൈകൾ ഞങ്ങൾ വിതരണം ചെയ്തു. 1,86,00,000 രൂപ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യാൻ കഴിഞ്ഞത്. അതുപോലെ സ്വയം ശാക്തീകരണത്തിന്റെ ഭാഗമായി 86,00,000 രൂപ ഉപയോഗിച്ചുകൊണ്ട് തേനീച്ച വളർത്തുന്ന പദ്ധതി, അതുപോലെ തന്നെ സോളാർ ഡ്രയർ, കിണർ റീചാർജിങ്, കിണറിലെ ചളി നീക്കൽ, അതുപോലെ ആടും കൂടും കൊടുക്കുന്ന പദ്ധതി, പശുവും കൂടും തൊഴുത്തും കൊടുക്കുന്ന പദ്ധതി, 20 കോഴിയും മുട്ടക്കോഴിയും അതിന്റെ കൂടും തികച്ചും സൗജന്യമായി കൊടുക്കുന്ന പദ്ധതി ഉൾപ്പെടെ 2 വാട്ടർ ഷെഡ് ആണ് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളത്. അതിൽ വെച്ചുകൊണ്ട് ഇത്രയും വലിയ തുക നമുക്ക് PMKSY പദ്ധതിയിൽ കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ മണ്ണ് സംരക്ഷിക്കുകയും വെള്ളം മണ്ണിൽ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ വലിയ ലക്ഷ്യം. അപ്പോ റബ്ബറിന്റെ പ്ലാറ്റ്ഫോം നിർമ്മിക്കുക, അതിനുവേണ്ടി പണം നമ്മൾ കൊടുക്കേണ്ടായി. കല്ല് കയ്യാല മൺവരമ്പ്, ഇത് മണ്ണ് ഒലിപ്പ് തടയുകയും മണ്ണ് ഭൂമിയിൽ നിലനിർത്താൻ ആവശ്യമായ സഹായം ചെയ്യുന്ന പദ്ധതിയുമാണ്. അതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ഈ മോശമായി കിടക്കുന്ന വലിയ കുളങ്ങളുണ്ട്. ആ കുളങ്ങൾ 2 കുളങ്ങൾ, ഒരു കുളത്തിന് 53 ലക്ഷവും ഒരു കുളത്തിന് ഇപ്പോ 41,80,000 രൂപയും വെച്ച് അതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന കുളങ്ങളെയൊക്കെ സംരക്ഷിക്കുക വഴി അതിൽ വെള്ളം നിലനിർത്താനും ആ വെള്ളം ആളുകൾക്ക് കൃഷി ആവശ്യത്തിനും, കൂടാതെ അടുത്തുള്ള വീടുകളിലെ കിണറിലൊക്കെ ധാരാളമായി വെള്ളം കിട്ടുന്ന ഒരു രീതി അവലംബിക്കുന്നതിന് വേണ്ടിയും ഈ PMKSY പദ്ധതി വഴി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫലവൃക്ഷത്തോട്ടവും ഈ തെങ്ങ്, കവുങ്ങ് പോലെയുള്ള ഫ്രൂട്ട് ഗ്രൂസ് അതിന്റെ പദ്ധതിയും, പടുത കുളം ഉപയോഗിച്ചുകൊണ്ട് മീൻ വളർത്തുന്ന പദ്ധതിയും ഒക്കെ അതിലേറെ ശ്രദ്ധ നേടിയ വിഷയങ്ങളിൽ ഒന്നാണ്. അതിലും ബയോഗ്യാസ് പദ്ധതി ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ബയോഗ്യാസ് പദ്ധതി അതിലൂടെ അതിന്റെ ഗുണഭോക്താക്കളാകാൻ ഈ PMKSY പദ്ധതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. പുറത്ത് വീഴുന്ന വെള്ളം, അത് ആ വീടിന്റെ 4 ഭാഗവും പാത്തിയെല്ലാം വെച്ചുകൊണ്ട് അതിൽ നിന്ന് ആ വെള്ളം ഒരു ടാങ്കിലേക്ക് ഇറക്കി ടാങ്കിൽ നിന്ന് ക്ലീൻ ചെയ്ത് അടുത്ത പൈപ്പിലൂടെ കിണറിലേക്ക് വിടുന്ന പദ്ധതിയാണ് റീചാർജിങ് പദ്ധതി എന്ന് പറയുന്നത്. അത് ഏകദേശം 400-ൽ പരം വീടുകൾക്ക് ഈ അടുത്ത ദിവസം വരെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് അപേക്ഷകരുണ്ട്. ആ അപേക്ഷകർക്കൊക്കെ തന്നെ കിണർ റീചാർജ് ചെയ്യുന്ന പദ്ധതിയും നടപ്പിലാക്കും. ഈ 2026 മാർച്ച് വരെ അതിന്റെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും 2027 മാർച്ചോടുകൂടി ആ പദ്ധതി PMKSY പദ്ധതി അവസാനിക്കുകയും ചെയ്യും. ഇത് ഞങ്ങൾക്ക് വീണ് കിട്ടിയ ഒരു പദ്ധതിയാണ്. ഏറെക്കുറെ 48 കോടിയോളം രൂപ ഞങ്ങൾക്ക് ചെലവഴിക്കാൻ ആ ഇനത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഞങ്ങളുടെ പ്രവർത്തന മികവിന്റെ ഒരു മുതൽക്കൂട്ടായി ഞങ്ങൾ അതിനെ കാണുകയാണ്. തീർച്ചയായും. അതോടൊപ്പം തന്നെ പുഴകളാൽ ഭാഗികമായി ചുറ്റപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ ശുദ്ധമായിട്ടുള്ള ജലം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പഞ്ചായത്തിന് ആയി എന്നുള്ളതാണ്. ഒപ്പം തന്നെ 7 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് തന്നെ കോട്ടപ്പുറം സെന്ററിൽ ഒരു വാട്ടർ ATM അടക്കം തന്നെ സ്ഥാപിക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലാണ്. ശുദ്ധജല സംരക്ഷണം അടക്കം തന്നെ ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? കരിമ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ പുഴയുണ്ട്. വലിയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 45 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പഞ്ചായത്ത് കിടക്കുന്നത്. അതിന്റെ നടുകിലൂടെ ഒഴുകി പോകുന്ന ഒരു പുഴയാണ്. ആ പുഴയുടെ പേരാണ് എന്റെ പഞ്ചായത്തിന് കരിമ്പുഴ എന്ന്. പക്ഷെ ആ പുഴ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിയ തോതിലുള്ള വെള്ളത്തിന്റെ ക്ഷാമം നമുക്ക് വല്ലാതെ ഉണ്ടാകാറില്ല. ധാരാളം കർഷകർ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കൃഷി പ്രവൃത്തികളൊക്കെ ചെയ്തു വരുന്നുണ്ട്. ഈ കരിമ്പുഴ വലിയ ഗുണങ്ങൾക്ക് ഒപ്പം തന്നെ ചെറിയ പ്രയാസങ്ങൾ, വെള്ളപ്പൊക്ക കാലത്ത് അല്ലെങ്കിൽ
മഴക്കാലത്തൊക്കെ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ പുഴ കൊണ്ട് ഏറ്റവും ആളുകൾക്ക് ഗുണകരമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ അതിലെ ഈ ATMന്റെ വിഷയം ഞങ്ങൾ അവിടെ തുടങ്ങാനുണ്ടായ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 1,58,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഈ ATMന്റെ ആ ഫ്ലോട്ടിലാണ് ഈ ATM നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ആശുപത്രിയിൽ നിരന്തരം 150 മുതൽ 200 രോഗികൾ നിരന്തരം വരും. അപ്പൊ അവർക്ക് ഒരു ഗുളിക കുടിക്കണമെങ്കിൽ ഈ ATMൽ 1 രൂപയ്ക്ക് തണുത്ത വെള്ളവും അതുപോലെ തന്നെ ചുടുവെള്ളവും ലഭ്യമാകും. അപ്പോ ഗുളിക കുടിക്കാൻ ആവശ്യക്കാർക്ക് ചുടുവെള്ളം വേണമെങ്കിലും നമുക്ക് ലഭ്യമാവും. അതുകൊണ്ട് തന്നെ ആ രോഗികളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടും മാത്രമല്ല പൊതുജനങ്ങൾ ധാരാളം എത്തുന്ന സ്ഥലമാണ്. 3-4 ഉൾപ്രദേശങ്ങൾ ഉണ്ട്. ആറ്റാശ്ശേരി, കാവുണ്ട എന്നൊക്കെ പറയുന്ന സന്ത് റോഡുകൾ വന്ന് കൂടിച്ചേരുന്ന പ്രദേശം കൂടിയാണ് കോട്ടപ്പുറം. അതുകൊണ്ട് കോട്ടപ്പുറത്ത് ഇത് വെച്ചാൽ ധാരാളം ആളുകൾക്ക് ഗുണകരമാകും എന്നുള്ളത് കൊണ്ട് 1 രൂപ കോയിൻ നിക്ഷേപിച്ചാൽ 1 ലിറ്റർ തണുത്തതോ ചൂടുള്ളതോ ആയ വെള്ളവും, 5 രൂപ നിശ്ചയിച്ചാൽ 5 ലിറ്റർ ഈ പറഞ്ഞ പ്രകാരത്തിലുള്ള വെള്ളമോ ലഭ്യമാകും. കൂടാതെ സ്കാനർ ഉപയോഗിച്ചും നമുക്ക് അതിൽ നിന്ന് വെള്ളം എടുക്കാൻ കഴിയും. ഏതായാലും ഈ കൃഷി മാത്രമാണ്, കൃഷിയും അതുപോലെ തന്നെ ഈ സാധാരണക്കാരായ ആളുകളാണ് ഉള്ളത് കൊണ്ട് തന്നെ സാധാരണ ആളുകളുടെ ടാക്സ് വരുമാനവും ബിൽഡിങ്ങിന്റെ എന്ന് കിട്ടുന്ന ലൈസൻസ് ഫീയും മറ്റുമാണ് ഞങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത്. ആ വരുമാനം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്. പിന്നീട് 22 കുടിവെള്ള പദ്ധതികൾ ഞങ്ങൾ ഈ കരിമ്പുഴ ഉപയോഗിച്ചുകൊണ്ട്, ഈ പുഴയെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്നുണ്ട്. ഈ 22 കുടിവെള്ള പദ്ധതികൾ ഉണ്ടെങ്കിലും മതിയായ രീതിയിൽ എല്ലാ ആളുകൾക്കും വെള്ളം ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് PMKSY പദ്ധതി വന്നതുപോലെ തന്നെ ജൽജീവൻ മിഷൻ, JJM ജൽജീവൻ മിഷൻ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. അതിൽ ഈ പറഞ്ഞതുപോലെ 16 കോടി, ഏകദേശം 17 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഇന്ന് ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം 95% ആളുകൾക്കും കണക്ഷൻ എത്തി. അതിൽ ജൽജീവൻ മിഷന്റെ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതെല്ലാം ഫ്രീ ആയിട്ടാണ് വെള്ള കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ പഞ്ചായത്തിന്റെ 22ഓളം പദ്ധതികൾക്ക് പുറമെയാണ് ഈ ജൽജീവൻ മിഷൻ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് 2 വില്ലേജിലും 2 വലിയ ടാങ്ക് നിർമ്മിച്ചുകൊണ്ട് 4.5 ലക്ഷം ലിറ്റർ വെള്ളം സ്റ്റോറേജ് ഉള്ള 2 വലിയ ടാങ്ക് നിക്ഷേപിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും കുടിവെള്ളം കൊടുക്കാൻ കൂടെ ഞങ്ങൾക്ക് അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ പാലക്കാട് ജില്ലയിലെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീ ഹനീഫ. താങ്ക് യു. ഇന്ത്യ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.